മഴ തോർന്നിട്ടും ദുരിതക്കയത്തിലാണ് ആറന്മുള. 5 പഞ്ചായത്തുകളിൽ ഗുരുതര പ്രതിസന്ധിയുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ്. നിരവധി പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറി. 2018-ലേതിന് സമാനമായ സാഹചര്യമാണ് ആറന്മുളയിലേത് എന്ന് അബിൻ വർക്കി MLA പറയുന്നു. ഏതാണ്ട് 5ഓളം പഞ്ചായത്തുകൾ മുങ്ങിക്കിടക്കുകയാണ്. ഒട്ടേറെ വീടുകൾ മുങ്ങിക്കിടക്കുകയാണ്. സ്ഥാപനങ്ങൾ മുങ്ങിക്കിടക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. ഒട്ടേറെ ആളുകൾ വലിയ ദുരിതത്തിന്റെ കയത്തിലാണ്. ആറന്മുളയുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയവർക്ക് ഇന്ന് കാണാനാകുന്നത് ഈ ദുരിതക്കാഴ്ച മാത്രം. നിലവിലത്തെ സാഹചര്യം എന്താണ് എന്നതിന് ഉത്തരം നമുക്ക് ഈ ഒരൊറ്റ ദൃശ്യങ്ങളിൽ. റാന്നിയിൽ നിന്നടക്കം ഒഴുകിയെത്തിയ വെള്ളമാണ് ആറന്മുളയെ അപ്പാടെ മുക്കിയത്. ഉൾപ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ്. ആയിരങ്ങളെത്തുന്ന ആറന്മുള ക്ഷേത്രത്തിലും വെള്ളമെത്തി. വീടുകളിൽ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് പലരും. ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു. ഇനി എന്തുവാ, ഞങ്ങളെ കൂടെ കൊണ്ടുപോകാൻ പറ. പ്രളയജലത്തിൽ വിറങ്ങലിച്ചവർക്ക് രക്ഷകരായി ഫയർഫോഴ്സ് സംഘം അഹോരാത്രം പ്രയത്നിക്കുന്നുണ്ട്. വീടിന്റെ മുകൾത്തട്ടിൽ കുടുങ്ങിയവർ കുടിവെള്ളത്തിനായി കാത്തുനിൽക്കേണ്ടി വരുന്ന അവസ്ഥ. ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജും വെള്ളത്തിലായി. മഴ കുറഞ്ഞിട്ടും വെള്ളം താഴാത്തതിന്റെ ആശങ്കയിലും ആധിയിലുമാണ് ആറന്മുളക്കാർ. സർക്കാർ സംവിധാനങ്ങളുടെ കൂടുതൽ ശ്രദ്ധ ആറന്മുളയിലേക്ക് എത്തേണ്ടതുണ്ട്. റിപ്പോർട്ടർ, പത്തനംതിട്ട.